ലോകത്തിൻ്റെ ഒരു മാപ്പാണ്. ആഫ്രിക്കയും യൂറോപ്പും ഏഷ്യയും ഉൾപ്പെടുന്ന ഒരു മാപ്പിനകത്ത് അതിലെ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്ന് ലിസ്ബൺ, തീർച്ചയായിട്ടും പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബൺ ആണെങ്കിൽ മറ്റൊന്ന് ഏതാണെന്നറിയോ? നമ്മുടെ കോഴിക്കോടാണ്. അതായത് ലോകത്തിൻ്റെ മാപ്പിൽ കോഴിക്കോട് ഒരു പ്രധാന സ്ഥലമായി കാണുന്ന അപൂർവ മാപ്പുകളിലൊന്ന്. ഒരു മലയാളി എന്ന നിലയിൽ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഇങ്ങനെ ശരീരത്തിലൊരു രോമാഞ്ചം ഉണ്ടാകും, ഒരു തരിപ്പിന്ന് കയറി വരും. ഞാൻ മാർഗരറ്റിനോട് പറഞ്ഞു, തൊട്ട് കാണിച്ചു കോഴിക്കോടിനെ, ഇതേതാ സ്ഥലം നിങ്ങൾക്കറിയോ? യെസ്, വാസ്കോഡി ഗാമ അങ്ങോട്ടാണ് പോയത്. ഞാൻ പറഞ്ഞു അതല്ല അതിൻ്റെ പ്രത്യേകത, ഞാൻ ആ നാട്ടുകാരനാണ്, ഞാൻ ആ മലബാറുകാരനാണ്, അത് ഉൾപ്പെടുന്ന കേരളം എന്ന് പറയുന്ന പ്രദേശത്തു നിന്നാണ് ഞാൻ വരുന്നത്. മാർഗരറ്റിന് വലിയ സർപ്രൈസായി. ഓഹോ, അപ്പോൾ നിങ്ങൾക്ക് വാസ്കോഡി ഗാമയുടെ കഥയൊക്കെ നേരത്തെ അറിയോ? പിന്നെ ഞങ്ങൾ 1ാം ക്ലാസ് മുതൽ പഠിക്കുന്ന ഒരു പാഠത്തിലെ ഒരു കഥാപാത്രമാണ് വാസ്കോഡി ഗാമ. വാസ്കോഡി ഗാമ കേരളത്തിലേക്ക് കാപ്പാട് എന്ന് പറയുന്ന ബീച്ചിൽ കടൽ തീരത്ത് വാസ്കോഡി ഗാമ വന്നിറങ്ങിയതും സാമൂതിരി അദ്ദേഹത്തെ സ്വീകരിച്ചതും പിന്നീട് ഇവിടെ സാമൂതിരിയായിട്ട് യുദ്ധം ചെയ്തതും നന്ദികേട് കാണിച്ചതും പിന്നെ ഈ വാസ്കോഡി ഗാമ മരിച്ചത് കൊച്ചിയിൽ കിടന്നാണ്. വാസ്കോഡി ഗാമയെ സംസ്കരിച്ചത് കൊച്ചിയിലാണ്. പലപ്പോഴും പല ആളുകൾ എൻ്റെ